ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ നൂനൂസ് വില്ലേജിൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ട് എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പം അടുത്ത ഷോയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് സെക്കൻഡ് പാർട്ടാണ് കേട്ടോ ഗൈസ്. ഫസ്റ്റ് പാർട്ട് കാണാത്തവർ ആദ്യം ഫസ്റ്റ് പാർട്ട് പോയി കണ്ടിട്ട് സെക്കൻഡ് പാർട്ട് കാണാൻ വരിക. അങ്ങനെ നമ്മൾ നൂനൂസ് വില്ലേജിൻ്റെ അടുത്ത ഷോ, അതായത് ട്രഡീഷണൽ കൾച്ചറൽ ഷോ ആണ് കാണാൻ പോകുന്നത്. ഇതിൻ്റെ അകത്ത് ഇന്ത്യൻ, തായ്ലാൻഡ് കൾച്ചർ, അങ്ങനെ കുറേ കൾച്ചേഴ്സ് ഉണ്ട്. ഭയങ്കര കളർഫുള്ളും ബ്യൂട്ടിഫുള്ളും ആയിരുന്നു. നമുക്ക് കണ്ണ് എടുക്കാൻ കഴിയുന്നില്ല, എന്തൊക്കെയോ നടക്കുന്നുണ്ട്, പെട്ടെന്ന് എന്തൊക്കെയോ നടക്കുന്നുണ്ട്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അത് നമുക്ക് നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്, നമുക്ക് വേണ്ടിയിട്ട് അത് അവതരിപ്പിച്ചിട്ടുണ്ട്. വളരെ വണ്ടർഫുള്ളാണ്. അപ്പോൾ ഞാൻ കണ്ട എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കാണുക, കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം.
നമ്മുടെ കൾച്ചറൽ ഷോ കഴിഞ്ഞു. എങ്ങനെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. പിന്നെ എന്തെങ്കിലും ഞാൻ ഇമ്പ്രൂവ് ചെയ്യണോ എന്നും കമൻറ്റ് ബോക്സിൽ ഇടുക. അതാകുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ കുറച്ചും കൂടെ നന്നാക്കാൻ കഴിയും. അങ്ങനെ നമ്മൾ അടുത്ത ഷോ ഏതായിരുന്നു എന്ന് വെച്ചാൽ എലിഫൻറ്റ് ഷോ ആയിരുന്നു. എലിഫൻറ്റ് ഷോനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ചിരിക്കാനുള്ളൊരു ഷോ ആണ്. അതായത് ക്യൂട്ട് ആനകൾ, കുട്ടി ആനകൾ മുതൽ വലിയ ആന വരെ, കൊമ്പനാന, പിടിയാന, അങ്ങനത്തെ കുറേ ആനകൾ വെച്ചിട്ടുള്ള ഒരു ഷോ ആണ്. ഇവിടുത്തെ ആനകൾ വെൽ ട്രെയിൻഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ആനകൾ ഫുട്ബോൾ കളിക്കും, പിന്നെ പെയിൻറ് ചെയ്യും, പിന്നെ ചെറിയ ചെറിയ ഗെയിംസ് കളിക്കും, ബലൂൺ എറിഞ്ഞു പൊട്ടിക്കും, അങ്ങനത്തെ ഓരോ കാര്യങ്ങളുണ്ട്. പിന്നെ ഇവിടുത്തെ ആനകൾക്കൊക്കെ നല്ലതായിട്ട് ആൾക്കാരെ ഗ്രീറ്റ് ചെയ്യാൻ അറിയാം കേട്ടോ. അതൊക്കെ കണ്ടപ്പോൾ ആനകൾ വണങ്ങുന്നതും അങ്ങനെ തലയാട്ടിയിട്ട് നന്നായിട്ട് പെരുമാറുന്നതും ഒക്കെ നമുക്ക് കാണും. അങ്ങനെ നോനോജ് വില്ലേജത്തെ ആ ഷോവും കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും എക്സ്പ്ലോർ ചെയ്യാൻ പോയി നോനോജ് വില്ലേജ്. കുറേ പച്ചപ്പുണ്ട് എന്ന് വെച്ചാൽ കുറേ ഗാർഡൻ ഓഫ് ഫ്ലവേഴ്സിൻ്റെ ഗാർഡൻ ഉണ്ട്, കാക്ടസിൻ്റെ ഗാർഡൻ ഉണ്ട്, പിന്നെ ചെറിയ മരങ്ങൾ, അതായത് ബോൺസായി ചെടികൾ. ബോൺസായി ചെടികൾ എന്ന് വെച്ചാൽ വലിയ മരത്തിനെ ചെറിയ മരങ്ങളാക്കി മാറ്റും. ഇപ്പോൾ കണ്ടില്ല, ആ ഭാഗം ബോൺസായിൻ്റെ ഒരു ചെറിയ കാടാണ്. അങ്ങനെ നമ്മൾ പോയി ഇതാ ഇതിപ്പം ഇന്ത്യൻ ഗാർഡനാണ്. ഇവിടെ ഫ്രാൻസ് ഗാർഡൻ ഉണ്ട്, ഇറ്റലി ഗാർഡൻ ഉണ്ട്, അങ്ങനത്തെ കുറേ ഗാർഡൻസ് ഉണ്ട്, കൺട്രീസിൻ്റെ ഗാർഡൻസ് ഉണ്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ വിചാരിച്ചു ഇങ്ങനത്തെ അങ്ങനെ കൺട്രീൻ്റെ ഗാർഡൻസൊക്കെ. അങ്ങനെ അതാ ഈ ഐ ലവ് നോനോജ് സൈനില്ലേ, അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ ഞങ്ങളെടുത്തു. ആ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം എന്താ ഈ പൂകളൊക്കെ കാണിച്ചു തന്നിട്ട് നമ്മൾ നോനോജ് വില്ലേജിനോട് വിട പറയുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ നോനോജ് വില്ലേജിൽ നിന്ന് ഞങ്ങൾ എക്സിറ്റ് ചെയ്തു. ബാക്കി കാര്യങ്ങൾ വണ്ടിയിലെത്തിയിട്ട് പറയാം. അങ്ങനെ ഗൈസ്, നോനോജ് വില്ലേജ് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പോകുന്ന വഴിക്ക് നമ്മളൊരു കാപ്പിയും കുടിച്ചിട്ടാണ് ഇനി റൂമിലെത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഗൈസ്, ഞങ്ങളങ്ങനെ വണ്ടിയിൽ പോയി നമ്മൾ നമ്മുടെ റൂമിലെത്തി, ഹോട്ടലിലെത്തിയിരിക്കുകയാണ്. ഗോൾഡൻ ബീച്ച് ഹോട്ടലിലായിരുന്നു കേട്ടോ ഞങ്ങൾ സ്റ്റേ ചെയ്തത്. ഇതാണ് നമ്മുടെ ഹോട്ടലിലെ റിസപ്ഷൻ. അങ്ങോട്ടേക്ക് പോകുമ്പോൾ കാഫറ്റീരിയ ഉണ്ട്, തൊട്ട് സൈഡിലൊരു ബാറുണ്ട്, എൻട്രൻസും ഇതാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ചെക്ക് ഇൻ ചെയ്തു ഈ ഹോട്ടലിൽ. അപ്പോൾ ചെക്ക് ഇൻ ചെയ്തിട്ട് ഒരു റൂം ടൂർ വേണ്ടേ, അപ്പോൾ റൂം ടൂർ കാണിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് റൂം ടൂർ കാണാം. 2026 കേട്ടോ ഞങ്ങൾ. അങ്ങനെ സുഹൃത്തുക്കളെ, റൂമിനെ പറ്റിയിട്ട് സംസാരിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമായിരുന്നു കേട്ടോ. ബെഡിൻ്റെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് 2 ബെഡാണുള്ളത്, ഒരുമിച്ച് വെച്ച 2 ബെഡ്. നല്ല സുഖമായിട്ട് ഉറങ്ങിട്ടോ, നല്ല കംഫർട്ടായിട്ടുള്ള ബെഡായിരുന്നു. പിന്നെ അവിടെ ഇരിക്കാനൊരു കസേര ഉണ്ട്, ഡ്രസ്സിങ് ഏരിയ ഉണ്ട്, പിന്നെ ബാൽക്കണിയിലേക്ക് കടക്കുകയാണെങ്കിൽ കട്ടൻ ഓപ്പൺ ആക്കി ബാൽക്കണി ഡോറ് തുറന്ന് നമ്മളുടെ വ്യൂ എന്ന് പറഞ്ഞാൽ ഈ ഹോട്ടലിലത്തെ പൂളാണ് കേട്ടോ, നല്ല വണ്ടർഫുൾ പൂളാണ്. കിഡ്സ് പൂളും ഉണ്ട്, സാധാ പൂളും ഉണ്ട്. അവിടെ ഞങ്ങൾ സ്വിം ചെയ്ത് അർമാദിച്ചിരുന്നു. അങ്ങനെ നമ്മൾ റൂംടൂറൊക്കെ കഴിഞ്ഞ് നമ്മൾ അങ്ങനെ പോകുന്നത് പ്രത്യേകതകളൊക്കെ ഞാൻ പോകുന്നത്. ഈ ഷോ എത്തിയിരിക്കുകയാണ് നമ്മൾ. അപ്പം ഈ ബിൽഡിംഗ്, ഈ ഷോ നടക്കുന്ന ബിൽഡിങ്ങിന്റെ ഒരു ചെറിയ മോഡലാണ് കേട്ടോ ഇത് 1981 തൊട്ടിട്ടുള്ളതാണ്. ഗൈസ്, അൽക്കസാർ ഷോ ഇപ്പോൾ തുടങ്ങും. അപ്പോൾ ഗൈസ്, അൽക്കസാർ ഷോന്റെ പ്രത്യേകതകൾ ഞാൻ പറഞ്ഞപ്പോൾ എന്താണ് പ്രത്യേകതകൾ എന്നല്ലേ? യെസ് ഗൈസ്, ഈ ഷോയിൽ ഒരൊറ്റ ഫീമെയിൽ പോലുമില്ല, ഒക്കെ ട്രാൻസ്ജെൻഡേഴ്സ് ആണ്. നമ്മൾ വിചാരിക്കും ട്രാൻസ്ജെൻഡേഴ്സ് അല്ല, ലേഡീസ് തന്നെയാണെന്ന്. പക്ഷെ ഒക്കെ ട്രാൻസ്ജെൻഡേഴ്സ് ആണ്. അപ്പോൾ ഈ ഷോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് താഴെ കമൻറ്റിൽ പറയാം. ഇനി എൻജോയ് ചെയ്യാം ബാക്കി കാര്യങ്ങൾ.
നമ്മുടെ അൽക്കസാർ ഷോ കഴിഞ്ഞു. ഈ കാണുന്ന ആൾക്കാർ ഇത് പെർഫോം ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ ഇവരുടെ കൂടെ പൈസ കൊടുത്താൽ നമുക്ക് ഫോട്ടോസ് എടുക്കാവുന്നതാണ്. ഗൈസ്, വീണ്ടും ഞാൻ പറയുകയാണ്, എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് നടത്താനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയുക. അതാകുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ചും കൂടെ വീഡിയോ ക്ലാരിറ്റിയിൽ എടുക്കാൻ കഴിയും. അങ്ങനെ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ലെങ്ത് കൂട്ടുന്നില്ല. ഇനി ഇതിൻ്റെ പാർട്ട് 3യുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ പാർട്ട് 3. താങ്ക് യു ഫോർ വാച്ചിങ്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.